തിത്തിരി. ആ തിത്തിരി എന്ന പക്ഷികളിൽ നിന്നുണ്ടായത് കൊണ്ടാണ് ആ ഉപനിഷത്തിന് എന്ത് പേരുണ്ടായത്? തൈത്തിരീയം. മനോഹരമായിരിക്കുന്ന ഉപനിഷത്താണ് ഇത്, തൈത്തിരീയോപനിഷത്ത്. അതിൽ നമ്മളോട് പറയുന്ന രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്നെന്താണ്? സത്യം വധ, സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുക. വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യമാണ് ധർമ്മം ചര. അത് അതിലേറെ ബുദ്ധിമുട്ടാണ്. എന്ത്? ധർമ്മം മാത്രം ആചരിക്കുക. അപ്പോൾ ആ കഥയാണ് ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത്. ജീവിതകാലം മുഴുവനും എന്നും ധർമ്മം മാത്രം ആചരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ശിവൻ ഈ ലോകത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശിവൻ സഞ്ചരിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഒരു കാളയുടെ മുകളിലാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറ്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ശിവനുണ്ട് കൈലാസത്തിൽ, ആ ശിവൻ്റെ ഭാര്യയുണ്ട്. അവിടെ നമ്മൾ സാധാരണ വീട്ടിൽ അച്ഛനെയും അമ്മയും കുട്ടികളൊക്കെ അല്ലേ കുട്ടികൾ കാണാം. അപ്പോൾ കുട്ടികൾക്ക് കൈലാസത്തിലെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഥ പറഞ്ഞു കൊടുക്കുക? കൈലാസം നമ്മുടെ വീട് പോലത്തെ ഒരു വീടാണ് അല്ലേ? എങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കാറ്? നിങ്ങളിത് പറഞ്ഞു കൊടുക്കാറുമില്ലേ? കുട്ടികൾക്ക് കഥയൊന്നും പറഞ്ഞു കൊടുക്കാറില്ലേ? പറഞ്ഞു കൊടുക്കണം. ആ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. നമ്മുടെ സമൂഹം മുഴുവനും കാണാനുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലകളാണ് വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് ആരുടെ കഥ പറഞ്ഞു കൊടുക്കണം? ശിവൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ശിവൻ്റെ കഥ. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? ശിവൻ കല്യാണം കഴിച്ചു. ആഹാ, ആ ശിവൻ്റെ ഭാര്യയാണ് ആര്? പാർവതി അല്ലേ? പിന്നെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. വലിയൊരു കുടവയറുള്ളൊരു ഉണ്ണി ഉണ്ടായിരുന്നു. ആനയുടെ മുഖമാണ്. നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. പിന്നെ അവിടെ ഒരു മണി ഉണ്ടായിരുന്നു. അതാരാ? സുബ്രഹ്മണി. സുബ്രഹ്മണി ഇല്ലേ? കേട്ടിട്ടില്ലേ സുബ്രഹ്മണിയെന്ന്? ആ സുബ്രഹ്മണ്യൻ എന്തിനാ മുകളിലാൻ പോവുക? എലീൻ്റെ മുകളിലല്ലേ? എലീൻ്റെ മുകളിലല്ല? ഇല്ല അല്ലേ? ഞങ്ങൾ അങ്ങനെ പക്ഷാക്കണ്ട തിരുമേ. കുറേ കാര്യമൊക്കെ ഞാൻ അറിയാം. അപ്പോൾ മയിലിൻ്റെ മുകളിലാണ് ആര് പോവുക? ഗണപതി പോവുക അല്ലേ? എലിയുടെ മുകളിലാണ് ആര് പോവുക? സുബ്രഹ്മണ്യൻ പോവുക. അങ്ങനെയല്ലേ? അങ്ങനെയല്ല? പറഞ്ഞ മാറിപ്പോയി. നദിച്ചിട്ടാ പോലെ, നദിച്ചിട്ടാ മതി. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ മുകളിലാണ് പോവുക, മയിലിൻ്റെ മുകളിൽ പോകുന്നു. എലിയുടെ മുകളിൽ ആര് പോകുന്നു? ഗണപതി പോകുന്നു. ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കും പോലെ, നമ്മുടെ വീട്ടിലെ കഥ പറഞ്ഞു കൊടുക്കും പോലെ നമുക്ക് ആരുടെ കഥ പറഞ്ഞു കൊടുക്കാം? കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ആധ്യാത്മികമായിട്ട് ഉയർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വലിയ തത്വങ്ങളാണ്. അത് മനസ്സിലാവും. ശിവൻ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എന്താ നമ്മൾ വിചാരിക്കുക? നമ്മളിവിടെ ഭരതനാട്യം കാണാറുണ്ട്, മോഹിനിയാട്ടം കാണാറുണ്ട് അല്ലേ? സ്റ്റേജിൽ കാണാറില്ലേ? ഇതേപോലെ ശിവനും സ്റ്റേജിൽ കയറിയിട്ട് എന്തോ നൃത്തം ചെയ്യുന്നു എന്നല്ലേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചത്? അങ്ങനെയൊന്നുമല്ല. അത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന 24 മണിക്കൂറും നടക്കുന്ന പ്രപഞ്ച നൃത്തത്തിൻ്റെ കഥയാണ്. ആരുടെ കഥ? ശിവൻ നൃത്തം ചെയ്യുന്ന കഥ. അതൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ കാലം കുറേ കഴിയും. അതുപോലെ ശിവൻ കാളപ്പുറത്താണ് സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്കഥ പോലെ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മൾ ആധ്യാത്മികമായിട്ട് കുറച്ചും കൂടി പക്വതയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കാള ധർമ്മമാണ്. അപ്പോൾ ധർമ്മത്തിൻ്റെ മുകളിലാണ് ആരിയിരിക്കുന്നത്? ശിവനിരിക്കുന്നത്. അതാണ് ധർമ്മം ചരാതം. അപ്പോൾ ശിവൻ കാളപ്പുറത്തിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനെപ്പോഴും ധർമ്മത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാരും എപ്പോഴും എന്ത് ചെയ്യണം? ധർമ്മമാർഗം വിട്ട് ഒരിക്കലും സഞ്ചരിക്കരുത്. പക്ഷേ ശിവന്റെ ഭാര്യ ഒരു തവണ ധർമ്മമാർഗം വിട്ട് സഞ്ചരിച്ചു. അതാണ് ഏത് കഥ? ദക്ഷയാഗം എന്ന കഥ. ശിവന്റെ അന്നത്തെ ഭാര്യയുടെ പേര് പാർവതി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് സതി എന്നാണ് പേര്. അങ്ങനെ സതി ഒരു ദിവസം വിവരം ന്യൂസ് കിട്ടി. എന്താണ് വാർത്ത? ന്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു വാർത്ത കിട്ടിയത്? തൻ്റെ അച്ഛൻ യാഗം ചെയ്യുന്നുണ്ട് എന്ന് വാർത്ത വഴിയാണ് അത്ര അറിഞ്ഞത്. എന്തൊരു കഷ്ടമല്ലേ? അത് ആ മകള് അച്ഛൻ യാഗം ചെയ്യുന്ന കാര്യം അറിയുന്നത് എങ്ങനെയാണ്? വാർത്ത വഴിയാണ് അറിയുന്നത്. എന്തോ ഒരു കഷ്ടം. കാരണം എന്താ? അവരെ ക്ഷണിച്ചിട്ടില്ലേ? അപ്പോൾ സതിക്ക് മോഹം തോന്നി എവിടെ പോകണമെന്ന്? യാഗശാലയിൽ പോകണമെന്ന് മോഹം തോന്നി. അങ്ങനെ ആരോട് പറഞ്ഞു? ശിവനോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു എന്താ? അങ്ങനെ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോകണ്ട. അപ്പോൾ ആർക്ക് വിഷമായി? സതിക്ക് വിഷമായി. സതിക്ക് വിഷമായ സമയത്ത് സതി പിന്നെ എങ്ങനെയെങ്കിലും അവിടെ പോകണം തോന്നി അല്ലേ? ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു ആര്? ദക്ഷൻ. അധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് ആര്? ദക്ഷൻ. അധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ചെയ്യുന്ന യാഗശാലയിലേക്ക് പോകണോ? വേണോ? ഈ ആൾക്കാർ ഈ
യാഗങ്ങളൊക്കെ ചെയ്യും. യാഗം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ കേന്ദ്രബിന്ദു ആരായിരിക്കണം? ഈശ്വരനായിരിക്കണം. ഈശ്വരൻ കേന്ദ്രബിന്ദുവല്ലാതെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും, എത്ര വലിയ ഒരു കാര്യം ചെയ്താലും അതൊക്കെ എന്താണ്? വെറുതെയാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കേന്ദ്രബിന്ദു ആരായിരിക്കണം? ഈശ്വരനായിരിക്കണം. ഈശ്വരൻ കേന്ദ്രബിന്ദുവല്ലാതെ അവനവന് പേര് കിട്ടാൻ വേണ്ടി, അവനവർക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടി, തൻ്റെ പേരും പ്രശസ്തിയൊക്കെ നിലനിർത്താൻ വേണ്ടി ദേഹാഭിമാനികളായ പല ആൾക്കാരും ദക്ഷയാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദക്ഷയാഗം ചെയ്തു കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ദക്ഷയാഗം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വലിയ വലിയ യാഗങ്ങളൊക്കെ ചെയ്യുന്നത്? അവനവന് പേര് കിട്ടാൻ വേണ്ടി. ഇപ്പൊ ദക്ഷൻ വിചാരിച്ചു ഞാൻ കേവനാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി അദ്ദേഹം യാഗം ചെയ്യുക. ആ യാഗശാലയിലേക്കാണ് സതി ആരെ കൂടാണ്ട് പോയത്? ശിവനെ കൂട്ടാതെ കൂടി ചെന്നു. അവിടെ ചെന്ന സമയത്ത് മനസ്സിലായി എന്ത്? ഈ യാഗം നടക്കുന്നത് ശിവന് അതിർഭാഗം കൊടുക്കാതെയാണ്. അത് മനസ്സിലായപ്പോഴാണ് സാക്ഷാൽ ശ്രീദേവിയായ ആ സതീദേവി എഴുന്നേറ്റ് നിന്ന് ശിവന്റെ മഹിമയെ പറ്റി അവിടുന്ന് ഗംഭീരമായ ഒരു പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ആ പ്രഭാഷണം അതുപോലെ നമുക്ക് ഇവിടെ വായിക്കാം, ഭാഗവതത്തിൽ വായിക്കാം. അതിൽ ദേവി എന്താ പറഞ്ഞതെന്ന് അറിയോ? കേട്ടോളൂ. നയസ്യ ലോകേ അസ്തി അതിശായന പ്രിയ. അതിശായനഃ ന യസ്യ ലോകേ അസ്തി. എന്താ അർത്ഥം? അതിശായനഃ നാസ്തി എന്ന് പറഞ്ഞാൽ ശിവനേക്കാൾ മഹിമയുള്ള ആരും ഈ ലോകത്തിൽ ഇല്ല. നല്ലോണം മനസ്സിലാക്കിപ്പോ. എന്താണ് അതെവിടെയാണെങ്കിൽ തപ്പുന്നത് കാണുന്ന എനിക്കൊരു വിഷമം. എന്തിനാണ് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം? വേണം ഈ ഞാൻ പറയുന്ന ശ്ലോകം കണ്ടുപിടിക്കണം. ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. ഈശ്വരൻ്റെ ഞാൻ നമ്പറൊക്കെ പറഞ്ഞതല്ലേ. അത് കുറേ ആൾക്കാരെ ഒരു പുസ്തകം ഉണ്ടല്ലേ, അത് 4-ാമത്തെ അധ്യായത്തിലാണെന്ന് പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിലെ അത് 11-ാമത്തെ ശ്ലോകത്തിൽ നോക്കിയാൽ കാണാം. എന്നെ കണ്ടുപിടിച്ചോളൂ. 4-ാമത്തെ അധ്യായത്തിലെ എവിടെ നോക്കിയാൽ കാണാം? 11-ാമത്തെ ശ്ലോകത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ശ്ലോകമുള്ളത്. അപ്പോൾ അവിടെ പറയുന്നു എന്ത്? നയസ്യ ലോകേസ്തി അതിശായനഃ പ്രിയഃ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിവനേക്കാൾ അതിശയിക്കുന്ന ഗുണങ്ങളുള്ള, ശിവനേക്കാൾ ഗുണങ്ങൾ കൂടുതലുള്ള, മഹിമകൾ കൂടുതലുള്ള ഒരാളും എവിടെയില്ല? ഈ പ്രപഞ്ചത്തിലില്ല. മറന്നുപോകരുതേ. മറന്നുപോകുമോ? അടുത്ത കൊല്ലം വായനയ്ക്ക് വരുമ്പോൾ മറന്നുപോകരുത്. ശിവനേക്കാൾ മഹിമയുള്ള ഒരാളും എവിടെയില്ല? ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല എന്നാണ് അർത്ഥം. നയസ്യ ലോകേ സ്ഥരിശായന പ്രിയഃ തഥാ അപ്രിയോ ദേഹപ്രദാം പ്രിയാത്മനഃ. അപ്പോൾ സാധാരണ ശരീരമെടുത്തിരിക്കുന്ന നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരായിരിക്കണം? ശിവനായിരിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാവരും ആരെ ഉപാസിക്കണം? ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ആരെ ഉപാസിക്കണം എന്നാണ് സതി പറയുന്നത്? ശിവനെ ഉപാസിക്കണം. തസ്മിൻ സമസ്താത്മനി മുക്തവൈരകേ. ഈ ശിവൻ ആരോടെങ്കിലും വൈരമുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? ഇല്ല. ഈ ശിവന് ഒരാളോടും വൈരമില്ല, മുക്തവൈരകനാണ്. ഹൃദയഭവന്തം കഥമപ്രദീപയെ. പക്ഷെ ദക്ഷൻ എന്ത് ചെയ്തു? ശിവന് അവിർഭാഗം കൊടുക്കാതെ യാഗം ചെയ്യാൻ തീരുമാനിച്ചത് ഇത് തീരെ ശരിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. സതീദേവി പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ പറഞ്ഞു യക്ഷരം നാമ ഹിരേരിതം നൃണാം സകല പ്രസംഗാൻ ഘമാശു ഹന്തിതൽ പവിത്രകീർത്തിം തമലംഘ്യശാസനം ഭവാനഭോദ്വേഷ്ടു ശിവം ശിവേതരം. ആ ശിവന്റെ നാമം ജപിച്ചാൽ മതി. 2 അക്ഷരമുള്ള നാമം കുറേയല്ലേ ശിവന്? ഹരാന്ന് ജപിക്കാം. ഹരഹര 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 എന്ന് ജപിക്കാം. 2 അക്ഷരമേ ഉള്ളൂ. ശിവശിവ 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 അങ്ങനെയും ജപിക്കാം. ഇനി അതല്ലെങ്കിൽ ശംഭോന്ന് വിളിച്ചുകൂടെ ഭഗവാനെ? അല്ലേ, ഭഗവാന് ശംഭു എന്നൊരു പേരാണ്. അപ്പൊ ശിവന്റെ അമ്പലത്തിൽ പോയാൽ ശിവൻ എന്താ വിളിക്കുക? ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എന്താ വിളിക്കുക? ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. അതുപോലെ ശിവന്റെ അമ്പലത്തിൽ പോയാൽ ശിവൻ എന്താ വിളിക്കുക? ശംഭോന്ന് വിളിക്കും. വിളിക്കാറുണ്ടോ? നല്ലൊന്നും ചെയ്യാറില്ല അല്ലേ? അവിടെ പോയി അവനവൻ്റെ കുറേ പ്രാരബ്ധമൊക്കെ ഭഗവാനോട് പറഞ്ഞത് പോയി ഗുരുവായൂരപ്പാൻ്റെ കാര്യമൊക്കെ അത് പറയരുത്. ഭഗവാന്റെ നാമം ജപിക്കില്ലേ വേണ്ടത്? ശംഭോന്ന് വിളിക്കണം. ആരെ? ശിവൻ. അപ്പം ഇങ്ങനെ ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ സകൃത് ഒരു തവണ ഭഗവാന്റെ നാമം ജപിക്കുക. അഘമാശു ഹന്തിതൽ, എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും തീർക്കാനുള്ള കഴിവുണ്ട് ഭഗവാന്റെ ആ നാമാക്ഷരങ്ങൾക്ക്. അങ്ങനെയുള്ള ഭഗവാനെ നിന്ദിക്കാൻ പാടും.
ഇതൊക്കെ പല പല കാര്യങ്ങളും ഈ സതീദേവി പറഞ്ഞിട്ട് ആര് മാറിയില്ല, ദക്ഷ പ്രജാപതി മാറിയില്ല. അവസാനം സതീദേവി തൻ്റെ യോഗാഗ്നി ജ്വലിപ്പിച്ച് ആ യോഗാഗ്നിയിലാണ് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. ആ അവസാന സമയത്ത് ആരെ സ്മരിച്ചു? ശിവന്റെ പാദങ്ങൾ മാത്രം സ്മരിച്ചുകൊണ്ടാണ് സതീദേവി ശരീരം ഉപേക്ഷിച്ചത്. അത് നമുക്കൊരു സൂചനയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കരുത്. സാധാരണ ആൾക്കാർ പലതും ചിന്തിക്കും അല്ലേ? ലൗകികമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പല ആൾക്കാരും മരിക്കുക. അതുകൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മരിക്കുന്ന സമയം എല്ലാവർക്കും ഉണ്ട്. ആ സമയത്ത് ആരെ സ്മരിക്കണം? ആരെ സ്മരിക്കണം? സാക്ഷാൽ ശ്രീ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് മരിക്കണം. പിന്നെ അവിടെ ഈ സതീദേവി ശരീരം ഉപേക്ഷിച്ചപ്പോഴാണ് പിന്നെ ശിവൻ ആ വാർത്തയൊക്കെ അറിഞ്ഞു. ആ ശിവൻ ആ വാർത്ത അറിഞ്ഞ സമയത്താണ് ശിവൻ എന്ത് ചെയ്തത്? ഇത്തിരി നേരം നൃത്തം ചെയ്തു. ആ നൃത്തം ചെയ്തിട്ട് തൻ്റെ ആ ജടാചൂടത്തിൽ നിന്നൊരു ജട നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് വീരഭദ്ര പെരുമാൾ ആവിർഭവിച്ചു. ആ വീരഭദ്രൻ തൊഴുതുകൊണ്ട് ശിവനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് വീരഭദ്രനോട് ശിവൻ പറഞ്ഞു, ദക്ഷം സയജ്ഞം ജഹി. ആ യജ്ഞത്തോടുകൂടി ആരെ നശിപ്പിക്കണം? ദക്ഷനെ നശിപ്പിക്കണമെന്ന് ആജ്ഞ കിട്ടിയപ്പോഴാണ് നേരെ വീരഭദ്രൻ അവിടേക്ക് വന്നു. ഭൂതഗണങ്ങൾ എല്ലാവരും കൂടെ വന്നു. യാഗശാല മുഴുവനും ആരും നശിപ്പിച്ചു. വീരഭദ്രന് കൂടെയുള്ള ഭൂതഗണങ്ങൾ ചേർന്ന് ആ യാഗശാല മുഴുവനും നശിപ്പിച്ച് യാഗശാലയ്ക്ക് തീയിട്ട് അവരവിടുന്ന് പോയി. അങ്ങനെയാണ് ദക്ഷൻ എന്ത് നഷ്ടപ്പെട്ടത്? തല നഷ്ടപ്പെട്ടത്. അങ്ങനെ തല നഷ്ടപ്പെട്ട ദക്ഷൻ പിന്നെ കുറേ കാലം തലയില്ലാതെ തന്നെ നടക്കുകയാണ്. തല പോയാൽ വലിയ പ്രശ്നമാണ്. കയ്യും കാലൊന്നും പോയാൽ വലിയ പ്രശ്നമല്ല. പക്ഷെ തല പോയാൽ ഈ ചില മലയാളികളൊക്കെ ചോദിക്കാറില്ലേ, തല പോകുന്ന കേസാണോ ചോദിക്കാറില്ലേ? അത് ഈ ദക്ഷയാഗം മനസ്സിലാക്കി ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയും ആൾക്കാർ ചോദിക്കും, അല്ല ഇത് വല്ല തല പോകുന്ന കേസാണോ? തല പോകുന്ന കേസാണെങ്കിൽ മലയാളിക്ക് അറിയാൻ എന്ത് വേണം? ശ്രദ്ധിക്കണം. അതല്ല തല പോകുന്ന കേസൊന്നും അല്ലെങ്കിൽ പിന്നെ സാരല്ല. മലയാളികൾ പൊതുവെ ഒരു മനോഭാവം അങ്ങനെയാണ്. ഏതായാലും ഇവിടെ തല പോയി. ആരുടെ? ദക്ഷന്റെ തല പോയി. പിന്നീടാണ് ഈ ദേവന്മാരെല്ലാവരും കൂടി, കൈ പോയവര്, കാല് പോയവര്, പല ദേവന്മാരാണ്. ഈ ദേവന്മാരെല്ലാവരും കൂടി പിന്നീട് നേരെ കൈലാസത്തിലേക്ക് കയറുകയാണ്. ഭഗവാന്റെ നാമം ജപിച്ച് കൈലാസത്തിൽ കയറി അവസാനം പ്രശാന്തമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, മൗനമാണ്. പൂർണ്ണമായ മൗനത്തിലായിരുന്നു ആര്? ശിവൻ. ആ ശിവന്റെ പേരാണ് ദക്ഷിണാമൂർത്തി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഒരുവിധ കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാൻ എളുപ്പമാണ്. ആ ദക്ഷിണാമൂർത്തി എന്ത് ചെയ്യില്ല? കമ എന്നൊരക്ഷരം പറയില്ല, ഒന്നും പറയില്ല. പിന്നെന്താ ചെയ്യുക? ദീർഘമായ മൗനമാണ് ആർക്ക്? ദക്ഷിണാമൂർത്തി. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചറാണ് ആര്? ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിയേക്കാൾ നല്ല ടീച്ചർമാർ ഇന്നേ വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. ഒന്നും മിണ്ടില്ല. അവൾക്ക് അത്ഭുതമാണ്. തെങ്ങിൻ്റെ വീട്ടിലേക്ക് ആ കുട്ടിക്ക് അത്ഭുതമാണ്. അങ്ങനെയുള്ള ഒരു ടീച്ചർ. ദക്ഷിണാമൂർത്തി എന്നാണ് ഈ ടീച്ചറുടെ പേര്. ആ ടീച്ചർ എന്താ വസ്ത്രം ധരിക്കുക? ആ ടീച്ചറുടെ വസ്ത്രം എന്താ? പുലിത്തോല്. അവൾക്ക് അതിശയമാണ്. ആണ്, നീ എഴുതി വെച്ചോ. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല ടീച്ചറാണ് ആര്? ദക്ഷിണാമൂർത്തി. ശിവനാണ്. ദക്ഷിണാമൂർത്തി പറഞ്ഞ ശിവൻ. എങ്ങനെ ക്ലാസ് എടുക്കുന്നത്? ചോക്കില്ല, ബോർഡില്ല, പിന്നെ കമ്പ്യൂട്ടറില്ല, ലാപ്ടോപ്പില്ല, ഗൂഗിളില്ല, ഓൺലൈൻ ക്ലാസ്സില്ല, ഓഫ്ലൈൻ ക്ലാസ്സില്ല, ഈ മാതിരി കുന്ത്രാണ്ടങ്ങളൊന്നുമില്ല. കാരണം വിദ്യ നേടുവാൻ ഇതൊന്നും ആവശ്യമില്ല. വേണോ? വിദ്യ നേടാൻ എന്ത് വേണ്ട? ലാപ്ടോപ്പ് വേണ്ട, ഗൂഗിൾ വേണ്ട, ഇൻ്റർനെറ്റ് വേണ്ട, ഓൺലൈൻ ക്ലാസ് വേണ്ട, ഓഫ്ലൈൻ ക്ലാസ് വേണ്ട, ചോക്ക് വേണ്ട, ഡസ്റ്റർ വേണ്ട, പുസ്തകം വേണ്ടേ വേണ്ട. യാതൊരു പുസ്തകം ആവശ്യമില്ല. എന്തിന്? പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, അധ്യാപകൻ്റെയും കുട്ടികളുടെയും ഇടയിൽ ഒരു എന്താ പറയുക, ഒരു കീറാമുട്ടി പോലെ കിടക്കുന്ന സാധനത്തിൻ്റെ പേരാണ് പുസ്തകം. എന്തിനാണ് ഈ പുസ്തകം? അല്ലേ, നല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. എന്ത്? ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ പുസ്തകമൊന്നുമില്ല. അവിടെ മുമ്പിൽ കുറേ ശിഷ്യന്മാരിയ്ക്കുന്നുണ്ട്. ആ ശിഷ്യന്മാർക്ക് യാതൊരു സംശയവുമില്ല. ഗുരോസ്തു മൗനം വ്യാഖ്യാനം. അല്ലേ? ദക്ഷിണാമൂർത്തിയുടെ ധ്യാനം എങ്ങനെയാണ്? ദക്ഷിണാമൂർത്തിയാകുന്ന ഗുരു മൗനമായിട്ട് ക്ലാസ് എടുക്കുന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവുമില്ലാതെ ശിഷ്യാസ്തു ഛിന്ന സംശയ. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയാണ് ദേവന്മാർ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും നല്ല ഗുരുവാണ് ആര്? ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കണേ.
എല്ലാ തരത്തിലുള്ള അറിവും കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ആ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചാൽ മതി. ആ ദക്ഷിണാമൂർത്തിയായ ശിവനാണ് പിന്നെ ദേവന്മാർക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. ഈ യാഗത്തിൽ അവരെന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹോമം ചെയ്യാൻ. അങ്ങനെ ഹോമം ചെയ്തപ്പോഴാണ് സാക്ഷാൽ മഹാവിഷ്ണുവിടെ കൊന്ന പൂത്തതുപോലെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭാഗവതം പറയാം. കൊന്നവരെ പൂത്തത് കണ്ടിട്ടില്ലേ? ഏത് മാസത്തിലാണ് കാണുക? വിഷുക്കാവുമ്പോൾ കാണല്ലേ? വലിയ കൊന്നമരങ്ങളെ പൂത്തുലഞ്ഞ് കാണാൻ എന്തൊരു ഭംഗിയാണ്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏതുപോലെ ഉണ്ടായിരുന്നു? എത്രയോ വലിയൊരു കൊന്നമരം അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് പോലെ ആര് പ്രത്യക്ഷപ്പെട്ടു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ട സമയത്ത് എല്ലാ ദേവന്മാരും എന്ത് ചെയ്തു? പല പല മന്ത്രങ്ങൾ ചൊല്ലി ആ ഭഗവാനെ അവിടുന്ന് സ്തുതിക്കുകയാണ്. ആ സ്തുതി മുഴുവനും ഭാഗവതത്തിലും. അന്ന് ഈ തല പോയ ദക്ഷന് ശിവൻ എന്താ ചെയ്തതെന്നറിയോ? ഒരു ആടിൻ്റെ തല വെച്ച് കൊടുത്തു. ആടിൻ്റെ തല കൊണ്ട് വെച്ചപ്പോഴേക്കും എന്തായി? ആടിൻ്റെ തല കൊണ്ട് എടുത്തു, എന്നിട്ട് വെച്ചു. തല വെച്ചപ്പോഴേക്കും എന്തായി? ഇതുവരെ മിണ്ടാതിരുന്ന ആ ദക്ഷൻ കുറേശ്ശെ മിണ്ടാൻ തുടങ്ങി. പക്ഷേ ശബ്ദമൊന്നും ശരിക്കും പുറത്തേക്ക് വരണില്ല. ആടിന് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആടെന്ത് ഒച്ച ഉണ്ടാക്കുക? ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വേണ്ട, നിങ്ങൾക്കറിയാം. അത് ഞാനെന്തിനാ പറഞ്ഞു തരണതല്ലേ? അങ്ങനെ ആടിൻ്റെ ഒച്ച മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം മനുഷ്യമൃഗമായിട്ട് ജീവിക്കാൻ എത്രയോ കാലം. അപ്പോൾ സംഗതി മനസ്സിലായി. ഈശ്വരനെ നിന്ദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ഈശ്വരനെ നിന്ദിച്ചാൽ എന്താ ഉണ്ടാവുക? മനസ്സിലായി. എന്താണ്? ആടിൻ്റെ തല വെച്ച് നടക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് മനുഷ്യമൃഗങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. കോടിക്കണക്കിന് മനുഷ്യമൃഗങ്ങളാണ് ഇന്ന് എവിടെയുള്ളത്. പണ്ടൊരു മനുഷ്യമൃഗമില്ല. ഇപ്പോഴും ഇന്ന് ലോകത്തിൽ ആകെ എത്ര ജനങ്ങളുണ്ട്? ഏകദേശം 800 കോടിയിലധികം മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അതിൽ മിക്കവാറും മനുഷ്യർ ലക്ഷൻ്റെ മാതിരിയാണ് മനുഷ്യമൃഗങ്ങളാണ്. കഴുത്തിൻ്റെ മുകളിലേക്ക് മൃഗത്തിൻ്റെ തലയാണ്, കഴുത്തിൻ്റെ താഴത്തേക്കൊക്കെ 2 കാലേ ഉള്ളൂ. പക്ഷേ 4 കാലുള്ള ജീവികളുടെ സ്വഭാവം ആർക്ക് ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു 50-60% മനുഷ്യർ മുഴുവനും ആരെ പോലെയാണ്? മനുഷ്യമൃഗങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. ഇവരാണ് മനുഷ്യമൃഗങ്ങൾ എന്ന് പറയും. അപ്പോൾ മനുഷ്യരാണോ എന്ന് പറയാൻ വയ്യ, മൃഗമാണെന്നും പറയാം. മൃഗമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാളെ ഉണ്ടാവില്ല. കാരണം മൃഗങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. മനുഷ്യരേക്കാൾ നന്നായിട്ട് ആരും ജീവിക്കുന്നുണ്ട് മൃഗങ്ങൾ. അപ്പം മൃഗത്തിനോട് ഉപമിക്കാൻ വയ്യ. അപ്പം മൃഗങ്ങളൊക്കെ പാടെ സമരം ചെയ്യില്ലേ? മൃഗങ്ങൾ സമരം ചെയ്യും മൃഗത്തിനോട് മനുഷ്യനെ ഉപമിച്ചാൽ. കാരണം അതിനേക്കാൾ മോശമായിട്ടാണ് ഇന്ന് ലോകത്തിൽ പല മനുഷ്യരുടെയും ജീവിത രീതി. ഒക്കെ ദക്ഷയാഗം എന്ന കഥ അവസാനിക്കുന്നില്ല. അതിൻ്റെ സാരം എന്താ? ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും മാറി സഞ്ചരിക്കരുത്. തൈത്തിരിയോപനിഷത്ത് ആവർത്തിച്ച് പറയും, സ്വാധ്യായാൽ പ്രമദിതവ്യം. എന്താ പറയുന്നത്? തൈത്തിരിയോപനിഷത്ത് എന്താ പറയുക? സ്വാധ്യായത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ മാറിപ്പോകരുത്. സ്വാധ്യായം എല്ലാ ദിവസവും ചെയ്യണം. ഇന്ന് ലോകത്തിൽ മിക്കവാറും ആൾക്കാരെ എന്ത് ചെയ്യണില്ല? സ്വാധ്യായം ചെയ്യുന്നില്ല. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങളും ഉപനിഷത്തും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ എല്ലാ ദിവസവും പഠിക്കുന്നതിനാണ് എന്താ പറയുക? സ്വാധ്യായം എന്ന് പറയുക. പക്ഷേ ഇന്നത്തെ മിക്കവാറും ആൾക്കാർക്ക് വേദവും അറിയില്ല, പുരാണവും അറിയില്ല, ഇതിഹാസവും അറിയില്ല, കഥകൾ പോലും അറിയാതെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള വലിയ സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ സംഘടിച്ചിരുന്നിട്ട് കാര്യമില്ല. മതിയോ? സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ധർമ്മത്തെ ലോകത്തിൽ പഠിക്കുകയും വേണം, അത് പ്രചരിപ്പിക്കുകയും വേണം. 2 കാര്യം നമ്മൾ ചെയ്യണം. പഠിക്കുകയും ചെയ്യണം. ഒന്ന് സ്വാധ്യായമാണ്, രണ്ടാമത്തത് പ്രവചനമാണ്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കണം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണം? അതറിയാത്തവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും നമ്മളുടെ ജോലിയാണ്. അവ രണ്ടും നമ്മൾ ചെയ്യണം. ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആദ്യം നമ്മൾ ലേണിംഗ് പറഞ്ഞാൽ എന്താ? നമ്മൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അറിയാത്തവർക്കൊക്കെ നമ്മൾ ദിവസേന എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. ഇത് രണ്ടും എവിടേക്കോ നിന്നുപോയി. നമ്മുടെ സമൂഹത്തിൻ്റെ ഒഴുക്കിൽ ഈ 2 കാര്യങ്ങൾ നിന്നു പോയപ്പോഴാണ് ഇന്നുള്ള രീതിയിൽ കുറേ മനുഷ്യന്മാർ ലോകത്തുണ്ടായത്. അവരെ പഠിച്ചിട്ടുമില്ല, അവർ പഠിപ്പിച്ചിട്ടുമില്ല. 2 ചെയ്യാൻ ജീവിതം കഷ്ടമാണ്. പഠിപ്പിക്കാത്തവരെ തല്ലിക്കൊല്ലണം എന്നാണ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്?
നല്ല ഇത് മുക്കാലി കെട്ടിയിട്ട് ചോദിക്കുക, എന്തെങ്കിലും നീ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ നല്ല കാര്യങ്ങൾ? ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ശരിക്കും എന്ത് ചെയ്യണം? പേടിയാവുണ്ടോ? പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ? അപ്പോൾ പ്രായമുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് നമ്മൾ ഇത് പഠിക്കുക. എല്ലാവരും പഠിക്കണം. അതാണ് തൈത്തിരീയോപനിഷത്ത് പറയുന്നത്. സ്വാധ്യായത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറി സഞ്ചരിക്കരുത്. നിർബന്ധമായിട്ടും ഇത് പഠിക്കണം. ധർമ്മത്തെ പറ്റി പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് കഴിയുന്നത് പോലെ പ്രചരിപ്പിക്കണം. ഇത് രണ്ടെവിടേക്കോ നിന്ന് പോയതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷയാഗത്തിൽ നിന്ന് ഞാൻ ഇനി ധ്രുവചരിതത്തിലേക്ക് നീങ്ങുകയാണ്. ധ്രുവചരിതം നമ്മെ എന്താ പഠിപ്പിക്കണത്? ധ്രുവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തു? ഭാഗവത ധർമ്മങ്ങളൊക്കെ ശീലിച്ചു. അമ്മ പറഞ്ഞത് കേട്ടു. അപ്പോൾ നമ്മൾ ആര് പറഞ്ഞത് കേൾക്കണം? നമുക്കൊരമ്മയില്ലേ വീട്ടിൽ? നമ്മളുടെ അമ്മയാണ് നമ്മുടെ ഗുരു. അതെവിടെ പറയുന്നുണ്ട്? തൈത്തിരീയോപനിഷത്തിൽ. അതിലൊക്കെ തൈത്തിരീയോപനിഷത്ത് വായിച്ചാൽ മതി. അതിൽ പറയുന്നുണ്ട് അമ്മ ഗുരുവാണ്, അല്ലേ? അച്ഛൻ ഗുരുവാണ്. അപ്പം നമുക്ക് ഗുരുവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാതൃദേവോ ഭവ. കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? എന്ത് കേട്ടിട്ടുണ്ട്? അതെവിടെ ഉള്ളതാ? അത് തൈത്തിരീയോപനിഷത്തിലുള്ളതാണ്. എന്ത്? മാതൃദേവോ ഭവ. പിന്നെന്താ പറയുന്നത്? പിതൃദേവോ ഭവ. പിന്നെന്താ പറയണത്? ആചാര്യ ദേവോ ഭവ. പിന്നെന്താ പറയണു? അതിഥി ആലോചനൊക്കെ പറയണ്ട, എല്ലാവരും പറയണം. ഇതൊക്കെ ഉപനിഷത്തിലുള്ളതാണ്. എന്തൊക്കെ പറയണു? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അർത്ഥം മനസ്സിലായല്ലോ? അതിൽ മാതൃദേവോ ഭവ ജീവിതത്തിൽ വ്രതമാക്കിയെടുത്ത ആളായിരുന്നു ഈ കുട്ടി. ആ കുട്ടി അമ്മ പറഞ്ഞ് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്തോളൂ. നമ്മളാണേ പോകുള്ളൂ. നമ്മളാണെ വിടുക നമ്മുടെ കുട്ടിയെ? 5 വയസ്സുള്ള കുട്ടിയെ തപസ് ചെയ്യാൻ കാട്ടിലേക്ക് നമ്മളാണെ വിടുക? ആ അമ്മയുടെ പേരായിരുന്നു സുനീതി. നല്ല ധർമ്മബോധമുണ്ടായിരുന്നു. ആ സുനീതിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഭഗവാൻ എൻ്റെ കുട്ടിയെ രക്ഷിക്കും. നമുക്ക് അങ്ങനത്തെ യാതൊരു വിശ്വാസം. അതുകൊണ്ട് വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. ഭഗവാൻ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ഭഗവാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നു പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കുട്ടി നേരെ എവിടേക്ക് പോയി? ഈശ്വരനെ തപസ് ചെയ്യാൻ വേണ്ടി കാട്ടിൽ പോയി. ഘോരമായ തപസ്സാണ് ആര് ചെയ്തത്? ആ കുട്ടി ചെയ്തത്. അങ്ങനെ തപസ് ചെയ്ത് തപസ്സിലൊക്കെ ആഹാരം കുറയ്ക്കുകയാണ് ചെയ്യും. നമുക്ക് പിന്നെ അത് ഇഷ്ടമല്ല. എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞ ആൾക്കാരിങ്ങനെ തല ചൊറിയുകയും തിരുമേനി അത് മാത്രം പറയരുത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ കുഴപ്പമാണ്. ആൾക്കാരൊക്കെ നല്ല തീറ്റക്കാരാണ്. ഏത് കാലത്ത്? കലിയുഗത്തിൽ എന്തെല്ലാം സാധനങ്ങളാണ് തിന്നാൻ കിട്ടുക, അല്ലേ? ഇംഗ്ലീഷിൽ വെറൈറ്റി എന്ന് പറയും. ഓരോന്നും ഇപ്പം 100 വെറൈറ്റിയിലാണ് തിന്നാൻ കിട്ടുക. ഇങ്ങനെ തിന്ന് രാവിലെ കൊണ്ട് തുടങ്ങും തിന്നാൻ. പിന്നെ നമ്മളോട് ഈ തപസ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ധ്രുവൻ നോക്കൂ, ആഹാരം കുറച്ച് കൊണ്ടുവന്ന് യാതൊരാഹാരവും കഴിക്കാതെ മരിച്ചൊന്നും പോവില്ല. ഭഗവാനെ തപസ് ചെയ്താൽ മരിക്കില്ല. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ആ ഉണ്ണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഉണ്ണി ആരെ സ്മരിച്ചു? തൻ്റെ ഗുരുവിനെ സ്മരിച്ചു. ആരായിരുന്നു ഗുരു? ആരായിരുന്നു? അറിയോ? അമ്മയാണ്. അമ്മ ഗുരുവാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ശരിക്കൊരു ഗുരുണ്ട്. അതാരായിരുന്നു? നാരദ മഹർഷിയാണ്. എങ്ങനെയാണ് തപസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഗുരു നാരദ മഹർഷിയാണ്. ആ നാരദ മഹർഷിയെ നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ സാക്ഷാൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടു. ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാനോടെ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാനെ കണ്ട സമയത്ത് ആ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഭഗവാനെ നമസ്കരിക്കണോ, കെട്ടിപ്പിടിക്കണോ, ഉമ്മ വയ്ക്കണോ ഒന്നും അറിയില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ആ ശംഖ് കൊണ്ട് ആ കുട്ടിയുടെ കവിളിലൊന്ന് തൊട്ടു. എന്തൊരു അത്ഭുതം സംഭവിച്ചതല്ലേ! പുരാണം നിറയെ അത്ഭുതങ്ങളാണ്. അത്ഭുതമുള്ള ലോകത്തിൽ മാത്രമേ ജീവിക്കാൻ രസമുണ്ടാവും. സയൻസും ടെക്നോളജി എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം. ഇന്ന് ലോകത്തിൽ വളർന്നു വരുന്ന സയൻസും ഇന്ന് ലോകത്തിൽ വളർന്നു വരുന്ന ടെക്നോളജിയും ചെയ്യുന്നത് എല്ലാ അത്ഭുതങ്ങളെയും ഇല്ലാതെയാക്കുക. അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കാൻ യാതൊരു രസവും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ലോകത്തിൽ ജീവിക്കാൻ ഒരു രസവും ഇല്ല. ശ്രദ്ധിച്ചില്ല?
ഓരോ കൊല്ലം കഴിയുന്തോറും ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്തോറും ജീവിതത്തിന് ഒരു രസമില്ലേണ്ടിയാണ്. സയൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്തോറും ലോകത്തിൽ ജീവിക്കാൻ ഒരു രസമില്ലേണ്ടിയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരൊക്കെ ബൊമ്മ മാതിരിയാണ്, ഒരു രസം ഉണ്ടാവില്ല. ഇന്ന് ജീവിതത്തിന് രസം ഉണ്ടാവില്ല. അപ്പൊ ജീവിതത്തിന്റെ മുഴുവൻ രസവും നശിപ്പിക്കുന്നതാണിത്, അല്ലേ? നേരെ മറിച്ച് പുരാണങ്ങൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു? അത്ഭുതങ്ങളുടെ 100,000 കഥകൾ പറയുകയാണ്. ഒരുപാട് അത്ഭുതങ്ങളും വിസ്മയങ്ങളുമുള്ള ലോകത്തിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ രസമുണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം ഇപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ധ്രുവൻ എന്ത് ചെയ്തു? തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. ഒരു സ്കൂളും പോയിട്ടില്ല, അല്ലെ? ആ കുട്ടി പോയിട്ടുണ്ട്, 5 വയസ്സായിട്ടില്ല. എല്ലാ അറിവും ആ കുട്ടി ഇങ്ങനെ കിട്ടി. ഭഗവാൻ ആ ശംഖ് കൊണ്ടും തൊട്ടപ്പോഴേക്കും ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളും ഒരു നിമിഷം കൊണ്ട് സംക്രമിച്ചു എന്ന് പറഞ്ഞാൽ 2024 ജീവിക്കാൻ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? പക്ഷെ അതൊരു സത്യമാണ്. ആൾക്കാർ എഴുതുന്ന നോവലാണ്. ഇത് നോവൽ എഴുതിയതൊന്നുമല്ല. ആരുടെ കഥ? വേദവ്യാസം അങ്ങനെ വെറുതെ ഏതോ ഗുഹയിൽ എഴുതിയ നോവലൊന്നുമല്ല. ഇത് ശരിക്കും സംഭവിച്ച കഥയാണ്. ആരുടെ കഥ? ഈ ധ്രുവന്റെ കഥ വാസ്തവത്തിൽ സംഭവിച്ച കഥയാണ്. ഭഗവാൻ തൊട്ടപ്പോഴേക്കും, ശംഖ് കൊണ്ട് തൊട്ടപ്പോഴേക്കും ആ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളും ഉണ്ടായി എന്നുള്ളത് 100 അല്ല 110% ശാസ്ത്രീയമായ സത്യമായ കാര്യമാണ്. അത് വിശ്വസിക്കാത്തത് നിങ്ങൾക്ക് വിവരമില്ലാത്തതാണ്. ഇത് ലോകത്തിൽ പല ആൾക്കാർക്കും എന്തില്ല, വിവരം എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ട് ഡിഗ്രി ഒക്കെ കുറയണ്ട. ഇന്ത്യ മഹാരാജ്യത്വം നിന്ന് പോരാഞ്ഞിട്ട് വിദേശ സർവകലാശാലകളൊക്കെ പോയിട്ട് ഒരുപാട് ഡിഗ്രി ഒക്കെ എഴുതിയിട്ട് അവർ പേരിൻ്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് മാത്രമല്ല, വിവേകം എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ? ഉണ്ടേ? വിവേകം മാർക്കറ്റിൽ കിട്ടുമോ? കിട്ടില്ല. യൂണിവേഴ്സിറ്റി കിട്ടുമോ? ലോകത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ എന്ത് കിട്ടില്ല? വിവേകം കിട്ടില്ല. വിവേകം കിട്ടണമെങ്കിൽ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിച്ചാലേ മനുഷ്യൻ എന്തുണ്ടാവുള്ളൂ? വിവേകം ഉണ്ടാവുകയുള്ളൂ. ആ വിവേകമാണ് ഈ കുട്ടിക്കുണ്ടായത്. അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ പറ്റി. ഗംഭീരമാണ് ഭാഗവതത്തിലുള്ള ധ്രുവന്റെ സ്തുതി. വായിച്ചാലും വായിച്ചാലും മതിവരാത്ത ഒരു സ്തുതിയാണ്. ആരുടെ സ്തുതി? ആ ധ്രുവൻ ചെയ്യുന്ന സ്തുതി. അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും വായിച്ചോ. ആ ധ്രുവന്റെ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ആർക്ക് കൊടുത്തു? 36,000 സംവത്സരം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനുള്ള വരമാണ് ഭഗവാൻ കൊടുത്തത്. വായ വിളിച്ചു പോയില്ലേ? 36,000 സംവത്സരം ആയുരാരോഗ്യത്തോടെ സുഖത്തോടെ സുഖമായിട്ടാണ് ജീവിച്ചു. ധ്രുവൻ ജീവിച്ചു. ഇല്ലെങ്കിൽ ധ്രുവൻ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി. അവസാനം വർണ്ണിക്കുന്നുണ്ട്, ധ്രുവൻ ഇങ്ങനെ പോവുകയാണ്. അവസാന സമയത്ത് ഭഗവാൻ ഒരു വിമാനം കൊടുത്തയച്ചു. ധ്രുവൻ വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കറുത്തു തടിച്ച ഒരാൾ മുന്നിൽ നമസ്കരിച്ചു. ഇത് പറഞ്ഞ് എൻ്റെ തലയെ ചവിട്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അതാരാന്ന് മനസ്സിലായോ? ആരാ? അതാണ് മരണം, മൃത്യു. മൃത്യുവിൻ്റെ ശിരസിൽ ചവിട്ടിയിട്ടാണ് ധ്രുവൻ എങ്ങോട്ട് കയറുന്നത്? ആ വിമാനത്തിലേക്ക് കയറുന്നത്. അപ്പം മൃത്യുവിനെ ആര് ജയിച്ചു? ധ്രുവൻ ജയിച്ച കഥയാണ്. നമുക്കും ജയിക്കണ്ടേ മൃത്യുവിനെ? ഇനി പതിയെ സമയമൊന്നും ബാക്കിയില്ല. ആള് വരും. ആര് വരും? ഒരു ദിവസം കോളിംഗ് ബെല്ല് കേൾക്കാം മുറ്റത്തുനിന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും അമ്മായി വരുമെന്ന് പറഞ്ഞാൽ അമ്മായി ആവും വിചാരിച്ചു. പക്ഷേ വാതിൽ തുറക്കുമ്പോൾ പോത്തിൻ്റെ പുറത്ത് ഒരാൾ നിങ്ങളുടെ മുറ്റത്ത് വരും. ഇവിടെ പള്ളിക്കോയിലോ പള്ളിക്കലോ പേരെന്തായാലും കുഴപ്പമില്ല, അവിടെ വരും. നിങ്ങളെ വീടിൻ്റെ അടുത്തോടെയല്ലേ? നിങ്ങളുടെ വീട്ടിൽ കുമാരസ്വാമി ആയാലും കുഴപ്പമില്ല, ഏത് സ്ഥലമായാലും കുഴപ്പമില്ല. അവിടെ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ആര് വരും? ആര് വരും? അയാൾ എന്തിൻ്റെ മുകളിലാണ് വരിക? പോത്തിൻ്റെ പുറത്താണ് വരിക. കയ്യിൽ കയറുണ്ടാവും. ആ കയറ് നിങ്ങളുടെ കഴുത്തിലങ്ങോട്ട് കുരുക്കും. ആ സമയത്ത് എന്ത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ നേരെ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകും? ഇങ്ങോട്ടാണ് കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോകും. ആ സമയത്ത് ആരെയും വിചാരിക്കാൻ പറ്റണം? മൃത്യുവിനെ തോൽപ്പിക്കണ്ടേ? ഇപ്പോൾ ധ്രുവന്റെ കഥ ആരാണ്? ഏത് കഥയാണ്? മൃത്യുവിനെ തോൽപ്പിച്ച കഥയാണ്. അതാണ് മൃത്യോ കൃത്വൈവ മൂർധനെങ്കിലും ആരുരോഹ അത്ഭുതം ഗൃഹം. അത്ഭുതം കൊണ്ട് വീട്ടുക വാക്ക് കേട്ടോ. അത്ഭുതമാണ് ലോകത്തിൽ മനുഷ്യനെ എന്താക്കുന്നത്? രസമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അത്ഭുതം വേണം. അത്ഭുതമല്ലേ പിന്നെ ലോകത്തിൽ എന്താ രസം? അതല്ല ശാസ്ത്രജ്ഞൻ്റെ ഈ പൂ കൊടുത്താൽ എന്താ വേണ്ട? എന്താ വേണ്ട?
ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ നിങ്ങളൊരു നല്ല ഭംഗിയുള്ള പൂ കൊടുത്ത ശാസ്ത്രജ്ഞൻ എന്താ കാണിക്കുക? മൂപ്പരതൊക്കെ വെട്ടിമുറിച്ച് കഷ്ണാക്കി ഓരോന്നിനെ വേറെ വേറെ പാത്രത്തിലിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, സൾഫർ ഉണ്ടോ, ക്ലോറിൻ ഉണ്ടോ, പൊട്ടാസ്യം സയനുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, മെഗ്നീഷ്യം ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കും. ആ ഇലയ്ക്ക് നിറം കൊടുത്ത വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കും അല്ലേ? എന്നിട്ട് അതൊക്കെ പാടെ തൂക്കി എത്ര വെയിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും, എത്ര എതളുണ്ട് കണ്ടുപിടിക്കും. ഇത് മുഴുവൻ തറച്ച് മുറിച്ച് വൈദ്യര് നോക്കണ കണ്ടില്ലേ നിങ്ങൾ? ഒരു വലിയൊരു മരക്കുറ്റീൻ്റെ മുകളിൽ കൊടുകാൾ വെച്ചിട്ട് കണ്ടിട്ടില്ല? തറയ്ക്കുന്ന വീഡിയോ പോയി നോക്കിയില്ല? ഇതുപോലെ നല്ല ഭംഗിയുള്ള ആ പൂവ് മുഴുവൻ ഈ ശാസ്ത്രജ്ഞന്മാരെന്താ ചെയ്യുക? കൊത്തി മുറിച്ച് കഷ്ണാക്കി അതിൻ്റെ ഉള്ളിൽ മെഗ്നീഷ്യം ഉണ്ടോ, സൾഫർ ഉണ്ടോ, പൊട്ടാസ്യം ഉണ്ടോ, ഇങ്ങനെ ഓരോന്നുണ്ടോ എന്നൊക്കെ അവസാനമൊക്കെ പാട് ലിസ്റ്റാക്കി കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു ആപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കൊടുത്തു. എന്തൊരു കഷ്ടമല്ലേ? നമ്മളൊക്കെ എന്താ പൂ കിട്ടിയാൽ കാണിക്കുക? അവൾ നല്ലൊരു മാല ഉണ്ടാക്കി ഗുരുവായൂരപ്പൻ ശാസ്ത്രത്തിലെ ചെയ്യുക. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ്. ശാസ്ത്രം എന്ത് ചെയ്യുന്നു? ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? ആ പൂവൊക്കെ വെട്ടിമുറിച്ച് കഷ്ണം മുറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് കണ്ടുപിടിക്കുക. നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ആ പൂവ് കൊണ്ട് നല്ലൊരു മാല ഉണ്ടാക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് ആർക്ക് സമർപ്പിക്കുന്നു? ഭഗവാനെ സമർപ്പിക്കും. ഏതാണ് കൂടുതൽ നല്ലതെന്ന് കുത്തിയിരുന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ നല്ലത്. അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അതുവാൻ്റെ കഥ പൂർണ്ണമാക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കഥകൾ എപ്പോൾ കേൾക്കാം? ഉച്ചയ്ക്ക് ശേഷം കേൾക്കാം. നല്ല സമയമായി.